എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഈ നൈറ്റിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് പോലും ആദ്യമായിട്ടൊരു നൈറ്റി തയ്ക്കണമെങ്കിൽ എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നോക്കുക, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്റർ ഫാബ്രിക്, അതുപോലെ ഒരു ടേപ്പ്, കത്രിക, ഒരു മാർക്കിംഗ് ചോക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. പിന്നെ നോക്കുക, നിങ്ങൾക്ക് കറക്റ്റ് സൈസിലുള്ള ഒരു നൈറ്റി എടുക്കുക. ആ നൈറ്റി അകമ്പുറം മറിക്കുക. അകമ്പുറം മറിച്ചിട്ട് ഇതുപോലെ നേരെ നടുമടക്കിയിട്ടുള്ളതാണിത്. അതിനുശേഷം നന്നായിട്ടിത് അയൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അയൺ ചെയ്തിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നോക്കുക, നമ്മൾ ഈ 3 മീറ്ററിൻ്റെ തുണിയാണത്. അപ്പോൾ ഈ 3 മീറ്റർ തുണി നമ്മൾ 4ആയി മടക്കിയിട്ടുള്ളതാണ്. ആദ്യം നേരെ നടു മടക്കിയിട്ടുണ്ട്, അതിനുശേഷം പിന്നെയും അത് മടക്കിയിട്ടുള്ള 4ആയി മടക്കിയിട്ടുള്ള ഒരു തുണിയാണിത്. ഓക്കെ, ഇതേപോലെ 4ആയിട്ട് മടക്കുക. അപ്പോൾ അതിനുശേഷം നോക്കുക, ഇതുപോലെ നന്നായിട്ട് ഇത് വിരിച്ച് ഇടുക. നല്ല ഭംഗിയായിട്ട് വിരിച്ചിടുക. കറക്റ്റായിട്ട് വിരിച്ച് ഇട്ടതിന് ശേഷം നോക്കുക, നമ്മൾ ഈ നൈറ്റി എടുക്കുക. ഈ നൈറ്റി എടുത്തിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ അതിന് നോക്കുക, ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു 1/2 ഇഞ്ച് ഉണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കൊണ്ട് വിട്ടിട്ട് ഇതിന് ഒരു സൈഡിനോട് ചേർത്തി ഇതുപോലെ കറക്റ്റായിട്ടുണ്ട് വയ്ക്കുക. ഓക്കെ, നീളം എക്സ്ട്രാ ഉള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നോട്ടെ, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ബാക്കി മുകളിൽ നിന്നുള്ള ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ അടക്കമാണ് ഇതിൽ കിട്ടുന്നത്. തയ്യൽ തുമ്പ് വേറെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുണ്ട്, ആം ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തയ്യൽ തുമ്പ് അടക്കമാണ്. അതിനാണ് ഞാൻ ഇത് മറച്ചിട്ടിട്ട് അകത്തുനിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ തയ്യൽ തുമ്പ് എല്ലാം ഇൻക്ലൂഡാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ നിൽക്കണം, അതാകെ കൺഫ്യൂഷനാവും. ഇതാകുമ്പോൾ അതൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നോക്കുക, ഇതിപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതിൽ ഡിസൈനായിട്ടുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഈ ഭാഗം ആം ഹോളിൻ്റെ 2 സൈഡ് നമ്മൾ വരച്ചതിന് ശേഷം ഇതുപോലെ അങ്ങനെ വരച്ച് ആം ഹോള് മാർക്ക് ചെയ്യുക. മനസ്സിലായി? ഇപ്പോൾ നോക്കുക, നമ്മൾ ഈ ആം ഹോളും വരച്ചു, അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഭാഗങ്ങളും ഇതിൻ്റെ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ആം ഹോള് ഒന്ന് അളന്ന് നോക്കുക. ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. അപ്പോൾ നോക്കുക, നമ്മൾക്ക് ഈ ആം ഹോൾ അളന്ന് കിട്ടിയത് എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളൊരു 3.5 ഇഞ്ചിൻ്റെ മാർക്കിങ് ചെയ്യുക. അത് സ്ലീവ് ക്യാപ്പിൻ്റെ മാർക്കാണ്. അതിനുശേഷം അതിനിങ്ങനെ നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ അളന്നെടുത്ത അളവ് എത്രയാണോ അതിനെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് സ്ലീവിൻ്റെ ഷേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യുക. അല്ലേ, ഇതേപോലെ സ്ലീവിൻ്റെ ഷേപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് കട്ടിങ്ങും നൈറ്റിയുടെ ബോഡി കട്ടിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒറ്റയടിക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഇതൊന്നും വേണ്ട. ഇത് സ്ലീവും ബോഡിയും എല്ലാം കൂടി ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നോക്കുക, ഇതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കുക, നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇത് ഏറ്റവും ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് ബാക്കിൻ്റെ കണക്കിന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടു തന്നെ അറിയാം, കാരണം സ്ലീവും ബോഡിയും എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൽ എക്സ്ട്രാ കുറച്ച് നീളമുള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ നൈറ്റിയുടെ സ്ലീവിൻ്റെ അളവ് നോക്കണ്ട. കാരണം എക്സ്ട്രാ നമ്മൾ ലെങ്ത്താണ് കൂടുതൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 4 മിനിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 4 മിനിറ്റ് നമുക്ക് എടുക്കണില്ല. അതിൽ വീഡിയോയുടെ ടൈറ്റിലും എല്ലാം കൂടിയിട്ടാണ് നമുക്കൊരു 4 മിനിറ്റിൻ്റെ സമയം പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നോക്കുക, ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്ക് നെക്ക് നമുക്ക് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റ് ആ നെക്കിൻ്റെ സൈഡ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും 4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം എപ്പോഴും നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇപ്പോൾ ഈ കട്ടിങ് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് അതുപോലെ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഇത് നൈറ്റിയുടെ ഉൾഭാഗം വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്ത്, അപ്പോൾ തയ്യൽ തുമ്പ് അടക്കമുള്ള മാർക്കിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നും ഇനി നോക്കാനില്ല. അപ്പോൾ നമ്മുടെ കട്ടിങ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിതിൽ കാണിച്ചു തന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നൈറ്റി വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ മറക്കരുത്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് എൻ്റെ ഡിസൈനും എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.